എനിക്ക് നിങ്ങൾക്കും ഒരു ആത്മീയ മേഖലയിൽ ഒരു ജ്ഞാനം വേണം, അല്ലേ? ആ ജ്ഞാനമില്ലാതെ ഞാൻ നോക്കുകയില്ല. ജ്ഞാനമില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ ശപിക്കുകയുള്ളൂ, അല്ലേ? ജോബിന് ഉപദേശം കിട്ടിയതുപോലെ ശപിച്ചു പോയി മരിക്കാൻ. പക്ഷേ ജ്ഞാനമുള്ളപ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റും ചില കാര്യങ്ങൾ. നമുക്കറിയാം, എഫിഷ്യൻസ് ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അല്ലേ? നമ്മളുടെ ആത്മീയ കണ്ണുകൾ തുറക്കണം. that the eyes of your understanding may be enlightened, that you may be able to comprehend what is the hope of the calling and what is the glory to be revealed in the saints who are his inheritance. So പെട്ടെന്ന് വായിക്കാം, Ephesians 1:17. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നൽകേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള പ്രത്യാശ ഇന്നതെന്നും. അവൻ്റെ വിളിയാലുള്ള പ്രത്യാശ. അപ്പോൾ അവൻ്റെ വിളി ഞാൻ കേട്ട് ഇറങ്ങുമ്പോൾ ആ വിളി ഇറങ്ങുന്നതിൻ്റെ കൂടെ ദൈവം എനിക്കൊരു പ്രത്യാശ തരുന്നുണ്ട്. അതെന്താണെന്നും വായിച്ചേ. അവൻ്റെ വിളിയാലുള്ള പ്രത്യാശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ ആത്മീയ നേത്രങ്ങൾ തുറന്നിട്ടുണ്ടെങ്കിൽ അവനുള്ള പ്രത്യാശ എന്താണെന്നും അവൻ്റെ ശക്തി എങ്ങനെ എന്നിൽ വ്യാപരിക്കുമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ദൈവം പ്രവർത്തിക്കുമെന്നൊക്കെ ഉള്ള ജ്ഞാനം ദൈവം തരും. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, റോമാർക്കുള്ള ലേഖനം, അല്ലേ? 5-ാമത്തെ അധ്യായം 3 മുതൽ 5 വരെ വായിക്കുമ്പോൾ 5-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, അവനുള്ള എൻ്റെ പ്രത്യാശ എന്നെ നിരാശനാക്കുന്നില്ല, കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ജ്ഞാനം പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എബ്രായർക്കുള്ള ലേഖനം 6-ാമത്തെ അധ്യായം 19-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, എൻ്റെ പ്രത്യാശയാകുന്ന യേശു ആ വിധിയുടെ പിന്നിൽ പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് ചെന്നെന്ന്, അല്ലേ? ദാറ്റ് ഹോപ്പ് ഇറ്റ് വെൻറ്റ് ബിഹൈൻഡ് ദ വെയിൽ ബിഫോർ ദ ഫാദർ. അപ്പോൾ അങ്ങനെ ആ പ്രത്യാശ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. നമ്മൾ പലപ്പോഴും വായിച്ച് കേട്ടിട്ടുണ്ട്. പ്രത്യാശ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേരെന്താണ്? മെൽക്കിസെഡെക്ക് എന്നാണോ? യേശു. ഹല്ലേലൂയ. ആ വ്യക്തിയുടെ പേര് യേശുവാണ്. അപ്പോൾ യേശു എന്നെ നിരാശനാക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ടോ, അവനിൽ ആശ്രയിച്ചവനെ ആരും ഞാൻ ലജ്ജിപ്പിക്കുകയില്ല. അയ്യുദ്ധി, ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ ആ യേശു എന്നെ നിരാശനാക്കുകയില്ല, എന്നെ ലജ്ജിപ്പിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. ആ പ്രത്യാശ ഞാൻ മനുഷ്യനല്ല വയ്ക്കുന്നത്, ഞാൻ പ്രത്യാശ വയ്ക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണ്. ആ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം എന്താണ്? അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ആയുദ്ധി. പിന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, അങ്ങനെ അവൻ അസാധ്യമായിട്ടൊന്നുമില്ലെന്നും ദൈവം എനിക്കും തന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കും എന്ന് വിശ്വസിക്കുന്നവൻ ഭാഗ്യവാനെന്നും പറയുന്നുണ്ട്, അല്ലേ? ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 45-ാമത്തെ വചനത്തിൽ വായിക്കണ്ട. ഇത് പല പ്രാവശ്യം പറഞ്ഞത്, വി നീഡ് ടു ബി ബൊംബാർഡഡ് വിത്ത് ദ ട്രൂത്ത്. എങ്കിൽ മാത്രമേ ഇത് ഉള്ളിലോട്ട് കയറുകയുള്ളൂ. ഫൊഗീവ് മീ, കാരണം പലർക്കും നമുക്ക് ആത്മീയമായ ഒരു തൊലിക്കെട്ടിയുണ്ട്. ആത്മീയമായ തൊലിക്കെട്ടി, അല്ലേ? അത് കയറുകയല്ല ചിലപ്പം. അവിടെ ചെന്നിട്ട് എത്ര വലിയ ബുള്ളറ്റാണെങ്കിൽ ഇട്ടും നടിച്ചിട്ട് താഴോട്ട് പോകും ബുള്ളറ്റ്, അതോട്ട് കയറാൻ പറ്റുകയില്ല. സോ വി നീഡ് ടു ബി ബൊംബാർഡഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ് until you believe that it is true. Hallelujah. But the earlier you believe, the earlier you can enjoy the benefit of the word. Hallelujah. അപ്പോൾ അങ്ങനെ ദൈവത്തോട് നമ്മൾ നമ്മുടെ നിസ്സഹായതയും ദൈവത്തിൻ്റെ എല്ലാ ശക്തിയും നമ്മൾ ഏറ്റു പറയുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് സഹോദര അവർ പറയുന്നത്, ഇങ്ങനെ ശ്രേഷ്ഠമായ ഒരു ജനതയുണ്ടോ? ദൈവം അവർ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരം തരുന്നതെന്ന് പറയുന്നൊരു ദൈവമുണ്ട്. നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ ഞാൻ ഉത്തരം തരും എന്നൊക്കെ പറയുന്നുണ്ട്. നീ അത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഉത്തരം കിട്ടും. വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് ഉത്തരം കിട്ടുകയില്ല, അതും ഷുവറാ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ there will be a difference. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മൾ പുറപ്പാട് ദിവസം വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുന്ന വലിയ സത്യമാണ്. ദൈവം പറയുന്നുണ്ട്, ഞാൻ ഇസ്രായേൽ ജനവും ആ ഈജിപ്റ്റ് ജനവുമായിട്ട് ഒരു വ്യത്യാസം ഉണ്ടാക്കും. ആ വ്യത്യാസം ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാണ്, അവരെൻ്റെതല്ല.
ആയിരുന്നു സഹോദരൻ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് പറഞ്ഞ് ആ ഒരു കാറ്റഗറൈസേഷനിൽ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ എനിക്ക് നിങ്ങൾക്ക് ഉൾപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായത് ഈ ലോകത്തിലില്ല ഒന്നും. കാരണം എന്താണ്, എൻ്റെ ദൈവം എന്നെ അവൻ്റെ സ്വന്തമായിട്ട് കരുതുകയാണെങ്കിൽ എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. ഹലോ അല്ലേ, ഞാനൊരു ആട്ടിടയനാണെങ്കിൽ ആ ആടിന്, എൻ്റെ ആടിന് വല്ല മുട്ടുണ്ടാവുമോ? ഇല്ല. അത് തന്നെയാണ് നമ്മൾ ഏറ്റു പറയുന്നത്, കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. സോ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ഇതെല്ലാം ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ എന്തുമാത്രം സമാധാനം നമുക്ക് കിട്ടുമെന്ന് അറിയോ, എന്തുമാത്രം നമുക്ക് ദെൽ ബി കംഫർട്ട്. കാരണം നമ്മൾ ആശ്രയിക്കുന്നത് ദൈവത്താലാണ്, അല്ലാതെ മനുഷ്യനിലല്ല. ഹല്ലേലൂയ. പിന്നെ നമ്മൾ സങ്കീർത്തനം 32:7 വായിക്കാം. Psalm 32. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. Amen. You are my hiding place. You shall preserve me from trouble. You shall surround me with songs of deliverance. Hallelujah. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് എല്ലാവർക്കും പല മേഖലകളിലും നമ്മൾക്ക് ഒരു എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കണ്ടേ, അല്ലെങ്കിൽ ഒരു സംരക്ഷണം. ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ, what I meant is to come to a place of comfort. അല്ലേ, നമുക്കറിയാം, ഇപ്പോഴെനിക്ക് ഉണ്ടോ നടക്കുമെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ സെക്കൻഡ് വേൾഡ് വാർ ടൈമിലൊക്കെ സംതിങ് ബോംബ് ഷെൽട്ടേഴ്സ് അല്ലേ, ബോംബ് ഇടുന്ന സമയമാകുമ്പോൾ അവർ ഷെൽട്ടറിലോട്ട് പോകും. എന്താണ്, ദേ ഫീൽ മോർ സെക്യൂർ. അല്ലേ, ഹലോ, ദേ ഫീൽ മോർ സെക്യൂർ. അങ്ങനെ എൻ്റെയും നിങ്ങളുടെയും സെക്യൂരിറ്റി എവിടെയാണ്? യേശുവിലാണ്, അവൻ്റെ വചനത്തിലാണ്. കാരണം ആ വചനത്തിനെ മറികടന്ന് അല്ലെങ്കിൽ വേറൊരു ശക്തിയില്ല. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, എല്ലാ ശക്തികളെയും ഈ പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങുന്നത് അവൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ്. അയുദ്ധി. അപ്പോൾ അവൻ്റെ വചനത്തിൻ്റെ ശക്തിയേക്കാൾ വേറൊരു ശക്തി ഇല്ല. അപ്പോൾ ആ ശക്തിയിലാണ് എൻ്റെ കംഫർട്ട്. അവിടെയാണ് ഞാൻ ചെന്ന് എനിക്ക് ആശ്വാസം, എനിക്ക് ഐ ഗെറ്റ് മൈ കംഫർട്ട് ആൻഡ് മൈ റിലീഫ്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, You are my hiding place. You shall preserve me from trouble. You shall surround me with songs of deliverance. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 6-17 വചനത്തിൽ, ഹല്ലേലൂയ, എലീശ പ്രവാചകൻ്റെ പുറകെ ഒരു സൈന്യം വന്നിരുന്നു അല്ലേ, എലീശയെ പിടിക്കാനായിട്ട്. അപ്പോൾ എലീശയെ പിടിക്കാനായിട്ട് ഒരു സൈന്യം ഉണ്ടായിരുന്നു, യഥാർത്ഥത്തിൽ ഒരു സൈന്യം ഉണ്ടായിരുന്നു. അത് വളരെ പ്രശ്നപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ ഭൃത്യൻ ഗഹാസി അല്ല കേട്ടോ, ഗഹാസി അതിൻ്റെ മുമ്പത്തെ അധ്യായം കുഷ്ഠരോഗം വന്നിട്ട് അവൻ ബൈ പറഞ്ഞു പോയി. വേറെ അവൻ്റെ ഭൃത്യൻ വന്നിട്ട് അവന് കാണാമായിരുന്നു അല്ലേ, എലീശയുടെ ചുറ്റും വന്നിരുന്ന ആ സൈന്യവും അതിൻ്റെ എണ്ണവും ആ സാഹചര്യത്തിൻ്റെ ഭീകരത അതെല്ലാം മനസ്സിലാക്കാൻ പറ്റി അവന്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ നിലവിളിച്ചത്, നമ്മളുടെ ചുറ്റും ഒരു സൈന്യം വന്നിട്ടുണ്ട് നമ്മളെ നശിപ്പിക്കാനായിട്ട്. അത് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അത് ഇറ്റ് വാസ് വാട്ട് യു കോൾ ഫാക്റ്റ് എന്ന് പറഞ്ഞേ ഫാക്റ്റ്. പക്ഷേ അവൻ്റെ ആന്തരിക നേത്രങ്ങൾ അടഞ്ഞിരിക്കുകയായിരുന്നു. എലീശ പ്രവാചകൻ്റെ ജഡിക നേത്രവും ആന്തരിക നേത്രവും രണ്ടും തുറന്നിരിക്കുകയായിരുന്നു. ജഡിക നേത്രം കൊണ്ട് പ്രശ്നം കാണാമായിരുന്നു, പക്ഷെ പ്രശ്നത്തിൻ്റെ അതികടന്ന് ഒരു ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തി അവൻ്റെ ആത്മീയ നേത്രം കൊണ്ട് കാണാൻ പറ്റും. ആ നേത്രം കൊണ്ട് അവനെ ചുറ്റിയിരുന്ന ആ സൈന്യത്തിൻ്റെ വളരെയേറെ ഇരട്ടി ദൈവത്തിൻ്റെ സൈന്യം ചുറ്റിയിരിക്കുന്നതായിട്ട് അവന് കാണാൻ പറ്റി. അയ്യുദ്ധി വചനത്തിൽ പറയുന്നത് ചാരിയറ്റ്സ് ഓഫ് ഫയർ വാസ് അറൗണ്ട്. അപ്പോൾ അവന് ആ ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെ എണ്ണവും അവരുടെ കണ്ടപ്പോൾ അവന് ആശ്വാസമായി. കാരണം ജഡികമായി കാണുന്ന സൈന്യത്തെക്കാൾ ഏറെ ശക്തിയുള്ള ഒരു ആത്മീയ സൈന്യം ദൈവം അയച്ചിരുന്നു എന്ന്. അത് ദാറ്റ് ഈസ് എ ട്രൂത്ത്. ഒന്ന് ഫാക്റ്റാണ്, മറ്റത് ട്രൂത്താണ്. ഓൾവേസ് ദ ട്രൂത്ത് പ്രിവെയിൽസ് ഓവർ ദ ഫാക്റ്റ്. അപ്പോൾ അവന് അസ്വസ്ഥതയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ദൈവത്തോട് പറഞ്ഞു, മറ്റേ ഭൃത്യൻ്റെ ആത്മീയ കണ്ണുകളും ഒന്ന് തുറന്നു കൊടുക്കണമെന്ന്. അത് കണ്ടപ്പോൾ അവന് സമാധാനമായി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് എപ്പോഴാണ് നമ്മുടെ ആന്തരിക നേത്രങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ കരുതലും കാവലിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുവോ, അപ്പോൾ നമ്മൾക്ക് ലൗകികമായി നമ്മുടെ എതിരെ വരുന്ന എല്ലാ ശക്തികളുടെ മുകളിലും എനിക്ക് സമാധാനമുണ്ടാകും.
ഓ, ഐ വിത്ത് മീ? ആ, പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പ്രശ്നമുണ്ട്. പ്രശ്നമില്ലാത്ത കാര്യങ്ങളുണ്ടോ ഇവിടെ? ഇല്ല, എല്ലാവർക്കും പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ കണ്ട് ഭയപ്പെടാതിരിക്കാനായിട്ട് എനിക്ക് എൻ്റെ ആന്തരിക നേത്രം കൊണ്ട് ദൈവത്തിൽ നിന്ന് വരുന്ന കരുതൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. ദൈവത്തിൻ്റെ കരുതൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ ഈ പ്രശ്നം എന്നെ ഭയപ്പെടുത്തുകയില്ല. കാരണം എന്താണ്? ഈ പ്രശ്നത്തിൻ്റെ മുകളിൽ ആധിപത്യമുള്ള ദൈവത്തിൻ്റെ ഒരു കരുതൽ ഉണ്ട് എന്നെനിക്ക് ഉറപ്പുണ്ട്. ഐ വിത്ത് മീ? അതാണ് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിലുള്ള വിശ്വാസം, എന്നെ കൈവിടുകയില്ല, എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുന്ന ദൈവം, അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളുവാനും അത് വിശ്വസിക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് നിങ്ങൾക്കും പ്രാപിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഒരാൾ നമ്മളെ കണ്ടിട്ട് പറയും ഇങ്ങനത്തെ ഇത് ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹമുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇത്രയും ശ്രേഷ്ഠമായ വേറെ ആരുമില്ല. നമുക്കറിയാമല്ലോ, ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല, അറിയാമുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുമ്പോൾ വിചാരിതർ വന്നിട്ട് നമ്മുടെ ഇതേ പിടിച്ച് ചോദിക്കും, എടാ ഒന്ന് പറയടാ ഇതെങ്ങനെയാണ് കിട്ടിയത്? ഹലോ, ഷർട്ട് കിട്ടിയതല്ല കേട്ടോ, നിന്നെ ഈ അനുഗ്രഹം എവിടെ നിന്ന് കിട്ടുന്നു, എങ്ങനെയാണ്, ഹൗ ഡിഡ് യു മാനേജ് ഇറ്റ്? അല്ലേ? പലപ്പോഴും ഉണ്ടല്ലോ നമ്മൾക്ക് ഒരു നല്ല ഒരു അതിശയതരത്തിൽ നമ്മൾക്കൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ആൾക്കാരൊന്നും ചോദിക്കില്ലേ, ബട്ട് ടെൽ മീ ഹൗ ഡിഡ് യു മാനേജ് ടു ഡു ഇറ്റ്? ഹലോ, ഇതെങ്ങനെ സംഭവിച്ചു? സാധാരണഗതിയിൽ ഇത് സംഭവിക്കാൻ പറ്റുകയില്ല, ബട്ട് ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ? അവരൊന്ന് ചോദിക്കും. ഹലോ, ഞാൻ പറയട്ടെ, ദൈവം നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ അതിശയങ്ങൾ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ചിലപ്പോൾ നമ്മൾ അത് മറ്റുള്ളവരുമായിട്ട് അങ്ങനെ വലിയ പങ്കുവെച്ച് കാണുകയില്ല, എങ്കിലും അത് അതിശയങ്ങളാണ്. സാധാരണഗതിയിൽ നടക്കാത്ത തരത്തിലുള്ള അതിശയങ്ങൾ ദൈവം ചെയ്യും. അത് മനസ്സിലാക്കണം. അത് ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. ആ സാന്നിധ്യവും ദൈവം അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അവനാണ് എൻ്റെ ദൈവം, അവനിലല്ലാതെ ഇത് നടക്കുകയില്ല എന്ന് മാത്രമല്ല, അവനത് നടത്തി തരും എന്നും ഉള്ള വാഗ്ദാനം. അങ്ങനെ നമ്മൾ ഒരു പ്രത്യേക ജനതയാകണം. നമ്മൾ ദൈവത്തിൻ്റെ ജനമാണെന്ന്, സ്വന്തം ജനമാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ, ഈ ലോകത്തിലുള്ള മറ്റുള്ളവർ പോലെ തന്നെയാണ് നമ്മളുടെ എല്ലാ ഗതിയെന്ന് വെച്ചാൽ വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഒരു പേര് വ്യത്യാസം കാണും, അല്ലെങ്കിൽ ആരാധിക്കുന്ന സ്ഥലത്തിൻ്റെ വ്യത്യാസം കാണും, അല്ലെങ്കിൽ ആരാധിക്കുന്ന രീതിയുടെ വ്യത്യാസം. അതുകൊണ്ടൊന്നുമല്ല. ഗോഡ് വാണ്ട്സ് ടു മേക്ക് എ ഡിഫറൻസ്. ഐ വിത്ത് മീ? ഹി വാണ്ട്സ് ടു ബ്ലെസ് യു. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം ആ ദൈവത്തിന് എന്തുമാത്രം അനുഗ്രഹം. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് മറ്റൊരു പറയും ഇവരെ പോലെ ശ്രേഷ്ഠമായ വേറെ ആരുമില്ല. അങ്ങനെ അറിയുമ്പോൾ സഹോദര, അവർക്കും ഒരു ആകർഷണമാണ്. ഐ വിത്ത് മീ? സോ നമ്മൾ പ്രൊക്ലെയിമേഴ്സ് ആയിരിക്കണം, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പറയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ അങ്ങനെ പറയുന്നത് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം, അല്ലേ? ഹലോ, യു മസ്റ്റ് പ്രൊക്ലെയിം ഇറ്റ് ഇൻ യുവർ ഹാർട്ട് ആൻഡ് യു മസ്റ്റ് പ്രൊക്ലെയിം ഇറ്റ് വിത്ത് യുവർ മൗത്ത്. രണ്ടും വേണം. ഹൃദയത്തിൽ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം, അല്ലേ? ഇവിടെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു വചനമുണ്ട്, അല്ലേ? സങ്കീർത്തനം 92, 1-2. ഇറ്റ് ഈസ് ഗുഡ് ടു ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്, ടു സിംഗ് പ്രൈസസ് ടു യു, ഓ മോസ്റ്റ് ഹൈ, to declare your loving kindness in the morning and your faithfulness every night. Are you with me? അങ്ങനെ നമ്മളോട് നന്ദിയുള്ള ജനമായിരിക്കണം. ദൈവത്തോടൊന്ന് നന്ദി പറഞ്ഞ് തുടങ്ങി, അനുഗ്രഹങ്ങൾ കൂടിക്കൂടി വരും. അനുഗ്രഹം കൂടിക്കൂടി വരും, ജസ്റ്റ് ഓട്ടോമാറ്റിക്. ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം 59:16 ഒന്ന് വായിക്കോ. അതിനു മുമ്പ് ഒന്ന് 34:7 വായിച്ചിരുന്നോ? 34:7. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദൈവത്തിൻ്റെ ഒരു കരുതലുണ്ടെന്ന്. അവിടെ പറയുന്നുണ്ട്, the angel of the Lord encamps around those who fear him and he will deliver them. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമടിച്ച് അവരെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. പാളയമടിച്ച്. ഇങ്ങനെ ദൂതന്മാർ പാളയമടിച്ച് നമ്മളെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുമുണ്ട്. ദൈവം പറഞ്ഞിട്ടില്ലേ, ഞാൻ നിന്നെ എൻ്റെ ഉള്ളങ്കയിലാണ് വെച്ചിരിക്കുന്നതെന്നൊക്കെ. ഹല്ലേലൂയ. ദൈവം നമുക്ക് ഒരു അനർത്ഥവും വരാൻ സമ്മതിക്കുകയില്ല. നമ്മളെ നമ്മൾ മനസ്സിലാക്കണം, എന്തുമാത്രം ആക്സിഡൻസിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്, അല്ലേ? ഇടിച്ചു കഴിയുമ്പോഴാണ് ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്, പക്ഷേ ഇടിക്കാതെ എത്ര പ്രാവശ്യം ദൈവം നമ്മളെ സംരക്ഷിച്ചിട്ടുണ്ട്, അല്ലേ?
നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ കാത്ത് പരിപാലിക്കുന്ന ഒരു ദൈവമാണ്. അത് ഒരു അനർത്ഥവും നമുക്ക് വരാൻ പറ്റാത്ത തരത്തിൽ വരാതിരിക്കുവാൻ കരുതുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദി ഏഞ്ചൽ ഓഫ് ദി ലോർഡ് എൻകാംപ്സ് അറൗണ്ട് ദോസ് ഹു ഫിയർ ഹിം ആൻഡ് ഹി വിൽ ഡെലിവർ ദെം. ഹല്ലേലൂയ. പിന്നെ നേരത്തെ മറ്റു നോക്കിയോ, സങ്കീർത്തനം 59:16. ഞാനോ നിൻ്റെ ബലത്തെക്കുറിച്ച് പാടും, അതിരാവിലെ ഞാൻ നിൻ്റെ ദയയെക്കുറിച്ച് ഘോഷിച്ച് ആനന്ദിക്കും. കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു. Amen. But I will sing of your power. Yes, I will sing aloud of your mercy in the morning. For you have been my defense and refuge in the day of my trouble. Hallelujah. അപ്പോൾ മനസ്സിലാക്കണം, ആ ദൈവം എന്തുമാത്രം നമ്മളെ കരുതുന്നതും കാക്കുന്ന ദൈവമാണ്. അത് നമ്മൾ ഏറ്റുപറഞ്ഞ് നന്ദിയുള്ള ഒരു ജനമായിരിക്കണം. പിന്നെ സങ്കീർത്തനം 62:8 വായിക്കാം. ജനമേ എല്ലാം നമ്മളെ ഇവിടുന്ന് ഇപ്പം എല്ലാം സങ്കീർത്തനമാണ്. കാരണം എന്താണ്, ദാവീദ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ഈ നമ്മൾ ഈ പറയുന്നതെല്ലാം അനുഭവിച്ച വ്യക്തിയാണ്. ഹീ ഈസ് റൈറ്റിംഗ് ഇറ്റ് ഫ്രം ഹിസ് ഫസ്റ്റ് ഹാൻഡ് നോളജ് ഓഫ് ഗോഡ്. ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ, ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ആമേൻ. അവിടെ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ട്രസ്റ്റ് ഇൻ ഹിം അറ്റ് ഓൾ ടൈംസ് യു പീപ്പിൾ, pour out your heart before him, God is a refuge for us. അപ്പോൾ എന്താണ്, ഒന്ന്, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. അവനിലാണ് എൻ്റെ സുരക്ഷിതത്വം, എൻ്റെ അനുഗ്രഹം, എൻ്റെ വിടുതൽ, എൻ്റെ വീണ്ടെടുപ്പ് എല്ലാം അവനിൽ മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കണം. ഒന്ന്. രണ്ട്, എന്താ പറയുന്നത്, pour out your heart before him. നമ്മളുടെ ആവശ്യങ്ങൾ തുറന്നു പറയണം. ഹലോ, യു മസ്റ്റ് ബി ട്രാൻസ്പെറൻറ്റ് ബിഫോർ ദ ലോഡ്. ഹലോ, പലപ്പോഴും പറയല്ലേ, നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾ ഉള്ള കാര്യം മുഴുവൻ പറയണമെന്ന്, അല്ലേ? ഹലോ, പറയല്ലേ? അങ്ങനെ യു മസ്റ്റ് ഓപ്പൺ യുവർ സെൽഫ് ടു ദ ലോഡ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദൈവം എന്താ, ആൻഡ് മൈ റെഫ്യൂജ്, അല്ല, ആൻഡ് ഗോഡ് ഈസ് എ റെഫ്യൂജ് ഫോർ അസ്. അങ്ങനെ അവനിൽ ആശ്രയിക്കുകയും അവനോട് ഞാൻ എൻ്റെ ആവശ്യങ്ങളൊക്കെ ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിറവേറി തരാൻ പറ്റുന്ന ഒരു ദൈവമാണ് അവൻ. ഹല്ലേലൂയ. നമ്മൾ വചനത്തിൽ വിശ്വസിക്കണം സഹോദര. പിന്നെ പ്രോവേർബ്സ്, സുഭാഷിയൻ 14:26-27 വായിക്കാം. യഹോവ ഭക്തി ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും അഭയമുണ്ടാകും. യഹോവ ഭക്തി ജീവൻ്റെ ഉറവയാകുന്നു, അതിനാൽ മരണത്തിൻ്റെ കെണികളിൽ നിന്ന് അകന്നു പോകാം. Amen. The fear of the Lord, in the fear of the Lord there is strong confidence, and his children will have a place of refuge. The fear of the Lord is a fountain of life, to turn one away from the snares of death. മനസ്സിലാക്കണം. അപ്പോൾ ഇതെല്ലാം പറയുന്നുണ്ട്, the fear of the Lord, യഹോവ ഭക്തി, യഹോവയിലുള്ള ആ ഒരു ഭയം എന്ന് പറഞ്ഞാൽ അവൻ, that he is an awesome God, he is a great mighty God. അങ്ങനെയുള്ള എ റെവറൻഷ്യൽ ഫിയർ ദറ്റ് കംസ് ഫ്രം ദ നോളജ് ഓഫ് ഗോഡ് ഹു ഈസ്. അങ്ങനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ ദൈവമാണെന്നുള്ളത് കൊണ്ട് എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുകയാണ്, അല്ലേ? അവനിൽ ഞാൻ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സുരക്ഷിതമുണ്ടാകും എന്നുള്ള ഒരു അറിവ്, അതിൽ നിന്നുള്ള സമാധാനം, അങ്ങനെ എന്നെ മരണത്തിൻ്റെ കെണിയിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമാണ് അവൻ. ഹല്ലേലൂയ. പിന്നെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 22:14 വായിക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറി തരുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. സോ ഒന്ന് വായിക്കാമോ? ദാറ്റ് ഈസ്, നമുക്കറിയാം ആ സംഭവം നോക്കുകയാണെങ്കിൽ എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത, അനുഗ്രഹമായിട്ട് വാഗ്ദാനം ചെയ്ത ഇസഹാക്കിനെ, അല്ലേ, ദൈവം പറയുകയാണ്, നീ അവനെ ഒരു ബലി വസ്തുവായിട്ട് ബലി അർപ്പിക്കണമെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാതെ ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായിട്ട് അനുസരിക്കാനായിട്ട് എബ്രഹാം ഇസഹാക്കിനെ ബലി അർപ്പിക്കാനായിട്ട് മോറിയ മലയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ കൊല്ലുവാൻ, ആ ബലിവസ്തുവിനെ കൊല്ലുവാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് അരുത് എന്ന് പറഞ്ഞു. അപ്പോൾ എബ്രഹാം പിന്നിലുള്ള ഒരു ആടിനെ കണ്ടു, അല്ലേ? പിന്നിലുള്ള, നമ്മൾ വായിച്ച് കേട്ട് മനസ്സിലാക്കണം, മുന്നിലുള്ളതല്ല പിന്നിലുള്ളത്. അപ്പോൾ എബ്രഹാമിന് എന്താണ്, ആത്മീയ നേത്രം കൊണ്ട് ദൈവത്തിൻ്റെ കരുതൽ കാണാൻ പറ്റി.
അല്ലേ? ഇഫ് യു റീഡ് ദ വേർഡ് ഇറ്റ് സേസ്, അബ്രാഹത്തിൻ്റെ then Abraham lifted his eyes and looked, and there behind him was a ram caught in a thicket by its horns. എങ്ങനെയാ? ഏബ്രഹാം ലിഫ്റ്റഡ് ഹിസ് ഐസ് ആൻഡ് ലുക്ഡ്. കണ്ടത് എവിടെയാ? പുറയിലുള്ള ഒരു ആടിനെയാണ്. ഐ വിത്ത് മീ? മുമ്പിലുള്ള ആടിനെ അല്ല കണ്ടത്, പുറയിലുള്ള ആടിനെയാണ്. അപ്പോൾ ഈ കണ്ണുകൊണ്ടാണോ കണ്ടത്? അല്ല, ആന്തരിക നേത്രങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ കരുതൽ കണ്ടു. ആ കണ്ടത് ഏതാടിനെയാ? യേശുവിനെ പ്രതികരിക്കുന്ന, യേശു ആകുന്ന കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപം നീക്കുന്ന കുഞ്ഞാടാകുന്ന യേശുവിനെ പ്രതികരിക്കുന്ന ഒരു ആടിനെ കണ്ടു. അതുകൊണ്ടാണ് വേറെ ഇടത്ത് ദൈവത്തിൽ പറയുന്നുണ്ട്, എബ്രഹാം എൻ്റെ രക്ഷ കണ്ട് സന്തോഷിച്ചു. ഐ വിത്ത് മീ? ആ ആടിനെ ദൈവം കരുതിയത് കൊണ്ട് എബ്രഹാമിൻ്റെ പുത്രനായ ഇസഹാക്കിനെ കൊല്ലേണ്ട ആവശ്യമില്ലായിരുന്നു. ഇസഹാക്കിന്, മരിക്കേണ്ട ഇസഹാക്കിന് അന്ന് ജീവൻ കിട്ടി, അല്ലെങ്കിൽ മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തുകൊണ്ട്? ദൈവം എബ്രഹാമിന് ആന്തരിക നേത്രം കൊണ്ട് എബ്രഹാമിന് വേണ്ടി ദൈവം കരുതിയ ആടിനെ കാണിച്ചു കൊടുത്തു. ആ ആട് സഹോദര ഇന്ന് എനിക്ക് നിങ്ങൾക്കും വേണ്ടി, എൻ്റെ നിങ്ങളുടെ പാപം മാറ്റാൻ വേണ്ടി, അല്ല എൻ്റെ നിങ്ങളുടെ പാപത്തിൻ്റെ വേദനമാകുന്ന മരണം ഏറ്റെടുക്കുവാനായിട്ട് തന്ന ആ യേശു ക്രിസ്തു, ആ യേശുവിനെ കണ്ട്, യേശുവിനെ പ്രതികരിക്കുന്ന കാട്ടുംകുട്ടിയെ കണ്ടിട്ട് എബ്രഹാം സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. ഐ വിത്ത് മീ? സോ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ദൈവം നമ്മളുടെ ഓരോ ആവശ്യങ്ങളിലും കരുതുന്ന ദൈവമാണ്. അവിടെ ഇസഹാക്കിന് ദൈവം കരുതിയത് എന്തുകൊണ്ടാണ്? അപ്പം ഇസഹാക്കിന് പകരം അത് എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അല്ലേ? ദൈവത്തിൽ വിശ്വസിച്ചു. കാരണം നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്, എബ്രഹാമിനും സാറയ്ക്കും ഒരു കുഞ്ഞുണ്ടാകാൻ സാഹചര്യമില്ലാത്ത അവസരത്തിൽ തന്നെ ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു. അങ്ങനെ അവരുടെ ജഡം മരിച്ച അവസ്ഥയിൽ ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എബ്രഹാമിന് വിശ്വാസമുണ്ടായിരുന്നു. ബലിയർപ്പിച്ച ആ ഇസഹാക്കിൻ്റെ ചാരത്തിൽ നിന്ന് ഇസഹാക്കിനെ ഒരിക്കൽ കൂടെ ഉയർപ്പിക്കാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. അയ്യോ, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ കരുതിയത് എന്തുകൊണ്ടാണ്? വിശ്വാസം കാരണം. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആ നന്മ അനുഗ്രഹങ്ങളെക്കുറിച്ച് കരുതി അതിൽ മാത്രം വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറി തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പിന്നെ ഒരു വചനം കൂടെ വെച്ചിട്ട് നമുക്ക് നിർത്താം. 2 സാമുവേൽ 22-ാമത്തെ അധ്യായം 17 മുതൽ 20 വരെ. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവർ ആയിരുന്നു. എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു. എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. ആമേൻ. ആർക്കെങ്കിലും ഇത് സ്വന്തമായിട്ട് പറയാൻ പറ്റുമോ? എന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ പേഴ്സണലൈസ് ചെയ്യണം. ഹലോ, വി മസ്റ്റ് പേഴ്സണലൈസ് ഗോഡ്സ് വേർഡ്. ഐ വിത്ത് മീ? ഇത് എനിക്ക് നിങ്ങൾക്കും അതുമായിട്ട് എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റണം. യെസ്, ദ ലോർഡ് ഹാസ് ഡൺ ദിസ്, ദ ലോർഡ് ഹാസ് ഡൺ ദിസ് ഫോർ മീ എന്ന്. എന്താണ് ചെയ്തത്? ഹി സെൻറ്റ് ഫ്രം എബവ്. He sent from above. He took me. He drew me out of many waters. He delivered me from my strong enemy, from those who hated me, for they were too strong for me. They confronted me in the day of my calamity, but the Lord was my support. He also brought me into a broad place. He delivered me because he delighted in me. He delivered me because he delighted in me. എന്നിൽ പ്രീതി ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ എന്നെ വിടുവിച്ചു. ഇതാണ്, ദാറ്റ് ഇസ് എ കീ വേർഡ്. ഇതെല്ലാം ചെയ്തതിൻ്റെ കാരണം എന്താണ്? അവൻ എന്നിൽ പ്രസാദിച്ചിരുന്നു. അവൻ എന്നിൽ പ്രസാദിച്ചിരുന്നു. അതുകൊണ്ട് അവൻ ഇതെല്ലാം ചെയ്തു വരും. ഹല്ലേലൂയ. അങ്ങനെയുള്ളൊരു വ്യക്തി എപ്പോഴും അവന് ദൈവത്തിന് അറിയാൻ പറ്റും. അതാണ് ഇതും കൂടെ വായിക്കണം. 2 മുതൽ, അതേ അധ്യായം 2 മുതൽ 4 വരെ.
അങ്ങനെ ഒരു വ്യക്തിക്ക് ജീവിതകാലം മുഴുവൻ ഇത് പറയാൻ പറ്റും. അവൻ പാടിയത്, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനുമാകുന്നു. എൻ്റെ പാറയായ ദൈവം, അവനിൽ ഞാൻ ആശ്രയിക്കും. എൻ്റെ പരിചയവും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും എൻ്റെ സങ്കേതവും എൻ്റെ രക്ഷകനും അവൻ തന്നെ. നീ എന്നെ അക്രമങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. അടുത്ത വചനം, സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും. എൻ്റെ ശത്രുക്കളിൽ നിന്ന് അവൻ എന്നെ രക്ഷിക്കും. മരണത്തിൻ്റെ തിരമാലകൾ എന്നെ വളഞ്ഞു. മതി. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് പറയാൻ പറ്റും എന്താണ്? The Lord is my rock and my fortress and my deliverer, the God of my strength, in whom I will trust, my shield and the horn of my salvation, my stronghold and my refuge, my Savior. You save me from violence. I will call upon the Lord, who is worthy to be praised. So shall I be saved from my enemies. അങ്ങനെ നമുക്ക് ദൈവം ആരാണ് എൻ്റെ ജീവിതത്തിലും ആ ദൈവം എന്നെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമ്മൾ ഏറ്റു പറയുന്ന ഒരു ജനതയായിരിക്കും, നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ബാഹ്യമായ ഈ വചനം തുടങ്ങുന്ന അതിൻ്റെ ബേസ് ഇതാണ്. ഹബാക്കൂക്കിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം അല്ലേ? അത്തിമരം തളുത്തിട്ടില്ല, തൊഴുത്തിൽ കാളക്കുട്ടികളില്ല, മുന്തിരിവള്ളിയിൽ മുന്തിരിയില്ല, നോക്കിയാൽ ഒന്നും കാണാനില്ല, എങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കും, ആരാധിക്കും. കാരണം ആ ദൈവവുമായിട്ട് എനിക്കൊരു ബന്ധം വേണം. ആ ബന്ധം ബാഹ്യമായ ശാരീരികമായ ജഡികമായ അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കരുത്. ദൈവമായിട്ടുള്ള ബന്ധം എന്താണ്? ദൈവം എൻ്റെ ദൈവമാണ്, അവൻ എന്നെ രക്ഷിച്ചു, മരണത്തിൻ്റെ കെണിയിൽ നിന്ന് അവൻ എന്നെ രക്ഷിച്ചു. ദാറ്റ് ഈസ് മോർ ദാൻ സഫിഷ്യൻറ്റ്. ഹലോ, മരണത്തിൽ നിന്ന് രക്ഷിച്ചാലോട് പറയോ, അയ്യോ അത് പോരായിരുന്നു, എനിക്ക് ഒരു 100 രൂപയും കൂടെ തരണമായിരുന്നു. ഹലോ, പറയാൻ പറ്റുമോ? നന്ദിയില്ലാത്തവർ പറയും, രക്ഷിച്ചുകൊണ്ട് ഇനി ഒരു 100 രൂപ കൂടെ താ. പക്ഷേ മരണത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പിന്നെ ദർ ഇസ് നത്തിങ് മോർ പ്രഷ്യസ് ദൻ ലൈഫ്, അല്ലേ? അപ്പോൾ എന്നെ മരണത്തിൻ്റെ ആ കെണിയിൽ നിന്ന് എന്നെ രക്ഷിച്ച ആ ദൈവത്തെ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ നന്ദി പറയും. എന്തിന്? എന്നെ രക്ഷിച്ചതുകൊണ്ട്. വേറെ ഒന്നുമല്ല എൻ്റെ നന്ദിയുടെ അളവ് തീരുമാനിക്കുന്നത്. Are you with me? The one fact that he saved me from death and eternal damnation. The one fact that he gave me eternal life. The one fact that he gave me the right to become a son and a daughter of God. That is more than sufficient. അങ്ങനെ നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം പറയില്ലേ, നീ സ്വർഗരാജ്യവും അതിൻ്റെ നീതി അന്വേഷിക്കുക, അപ്പോൾ നിനക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം തരും. ഹല്ലേലൂയ.